ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് പെറു. പെറുവിൽ ലീമ എന്ന ചെറിയ പട്ടണത്തിലാണ് വിശുദ്ധ റോസ് ജനിച്ചത്. സ്കൂൾ ഏതാണ്ട് 2 മൈൽ ദൂരമുള്ളതിനാൽ മാതാപിതാക്കളും സഹോദരങ്ങളും പറഞ്ഞു, റോസിനെ പഠിക്കാൻ അയക്കേണ്ട. റോസിനാണെങ്കിലോ എഴുത്തും വായനയും പഠിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം. പലവട്ടം കരഞ്ഞു പറഞ്ഞെങ്കിലും അവർ വഴങ്ങിയില്ല. ഒരു ദിവസം വലിയ ദുഃഖം തോന്നി. ചേട്ടൻ ഫ്രെഡിയെ കളിക്കാൻ കൂട്ടുകിട്ടുമെന്ന് വിചാരിച്ചു. എന്നാൽ ഫ്രെഡി മറ്റു കുട്ടികളോടുകൂടി കളിക്കാൻ പോയി കഴിഞ്ഞു. അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഉണ്ണീശയുടെ രൂപത്തിൻ്റെ അടുത്തിയെന്ന് റോസ് പരാതി പറഞ്ഞു കണ്ണീരോടെ. പെട്ടെന്ന് അപരിചിതനായ ഒരു ബാലൻ റോസിനെ വിളിച്ചു. റോസിൻ്റെ ഇഷ്ടവിനോദമായ കല്ല് പെറുക്കി കളി തുടങ്ങി. ഓരോ പ്രാവശ്യവും ബാലൻ തോറ്റുകൊണ്ടിരുന്നു. റോസിനെ പ്രോത്സാഹിപ്പിച്ചു. ഒരു പ്രാവശ്യം ബാലൻ ചോദിച്ചു, പേരെന്താണ്? റോസ് പറഞ്ഞു, ഉണ്ണീശോയുടെ റോസ്. നിന്റെ പേരെന്താ? ബാലൻ പറഞ്ഞു, റോസിൻ്റെ ഉണ്ണീശോ. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. 1 യോഹന്നാൻ 4:16 തിരുവചനം. നാം ദൈവത്തോട് എത്രമാത്രം അടുക്കുന്നുവോ അത്രമാത്രം ദൈവം നമ്മോടും അടുക്കും. ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. എല്ലാവരെയും ദൈവം സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആ ഹൃദയ സ്പന്ദനം നിങ്ങളുടെ ഹൃദയങ്ങളുടെ സ്പന്ദനമായി മാറട്ടെ. ആമേൻ.